മൂന്നാം മോദി സർക്കാരിലെ മന്ത്രിമാരുടെ പട്ടിക ഇന്നുണ്ടായേക്കും. വകുപ്പ് വിഭജനത്തിൽ ചർച്ചകൾക്ക് സജീവമാക്കി എൻ.ഡി.എ. സുപ്രധാന വകുപ്പുകൾ നിലനിർത്തി സഖ്യകക്ഷികളെ അനുനയിപ്പിക്കാൻ ബി.ജെ.പി. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും തുളസി പ്രസാദ് ചേരുന്നുണ്ട്. തുളസി, ഇന്ന് മൂന്നാം മോദി സർക്കാരിന്റെ പട്ടിക ഉണ്ടായേക്കും. അതുപോലെ തന്നെ ജെ.ഡി.യും ടി.ഡി.പിയും സുപ്രധാന വകുപ്പുകൾ ചോദിച്ചൊരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഈ സഖ്യകക്ഷികളെ അനുനയിപ്പിക്കാനുള്ള ബി.ജെ.പിയുടെ നീക്കം? തീർച്ചയായും വകുപ്പ് വിഭജന ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സജീവമായി തന്നെ നടക്കുകയാണ്. പ്രധാനമായും ഈ ടി.ഡി.പി, ജെ.ഡി.യു കക്ഷികളെ അനുനയിപ്പിക്കാനുള്ള നീക്കം തന്നെയാണ് ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. നാളെയാണ് മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ വൈകിട്ട് 7:15 പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുക. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇന്ന് വൈകിട്ടോടെയോ അല്ലെങ്കിൽ നാളെ രാവിലെയോടെയോ വകുപ്പ് വിഭജനം സംബന്ധിച്ച ചർച്ചകളൊക്കെ പൂർത്തിയായി ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ബി.ജെ.പി. വൃത്തങ്ങൾ അറിയിക്കുന്നത്. പ്രധാനമായും പ്രധാന സഖ്യകക്ഷികളായ അല്ലെങ്കിൽ ബി.ജെ.പിക്ക് എൻ.ഡി.എക്ക് ഭരണം നിലനിർത്താൻ സഹായിച്ച ഡിസിഷൻ മേക്കറായ ടി.ഡി.പിയും ജെ.ഡി.യും തന്നെയാണ് ഇവരെ എത്തരത്തിൽ ബി.ജെ.പി. അനുനയിപ്പിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കാണേണ്ടത്. പ്രധാനമായും ടി.ഡി.പി 6 സീറ്റുകളാണ്, അതായത് ആന്ധ്രാപ്രദേശിൽ നിന്നും 6 വകുപ്പുകൾ, 6 മന്ത്രിമാരെ വേണം എന്നൊരു ആവശ്യമാണ് ടി.ഡി.പി. ഉന്നയിക്കുന്നത്. അതോടൊപ്പം സ്പീക്കർ സ്ഥാനം എന്നൊരു ആവശ്യവും ടി.ഡി.പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ നിന്നും 6 മന്ത്രിസ്ഥാനം എന്ന് പറയുമ്പോൾ ടി.ഡി.പിയിലെ നേതാക്കൾ അല്ലെങ്കിൽ എം.പിമാർക്ക് 4 എം.പിമാർക്ക് മന്ത്രിസ്ഥാനം നൽകണം. അതുപോലെ തന്നെ ജനസേനയിൽ നിന്ന് ഒരാളെ മന്ത്രിയാക്കണം. കൂടാതെ ആന്ധ്രാപ്രദേശിലെ ബി.ജെ.പിക്ക് 1 മന്ത്രിസ്ഥാനം. ഇങ്ങനെയാണ് 6 മന്ത്രിസ്ഥാനം ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തു നിന്നും 6 മന്ത്രിസ്ഥാനം ടി.ഡി.പി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ജെ.ഡി.യു 4 മന്ത്രിസ്ഥാനം വേണം എന്നൊരാവശ്യമാണ് ഉന്നയിക്കുന്നത്. ഈ മന്ത്രിസ്ഥാനം അതോടൊപ്പം തന്നെ പലവിധ, അതായത് പെഗാസസ് പോലുള്ള വിഷയങ്ങളിൽ ഒരു ചർച്ച ആവശ്യമാണ് അല്ലെങ്കിൽ അന്വേഷണം ആവശ്യമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളും ടി.ഡി.പിയുടെ ഭാഗത്തു നിന്ന് ഉയർന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ബി.ജെ.പിക്ക് ചെറിയ രീതിയിലല്ല വലിയ രീതിയിൽ തന്നെ പ്രതിസന്ധി സൃഷ്ടിക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം ഈ പെഗാസസ് വൈറസിന്റെ അല്ലെങ്കിൽ അത് എത്രത്തോളം മറ്റു മന്ത്രിമാരെ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കം ഇവരുടെയൊക്കെ ഫോണുകളിൽ പെഗാസസ് വൈറസ് കടത്തിവിട്ട് ഇവരുടെയൊക്കെ ഡാറ്റ ചോർത്തി എന്നൊരു ആരോപണം പ്രതിപക്ഷം അടക്കം ഉന്നയിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ടി.ഡി.പി നേതാവ് ചന്ദ്രശേഖർ നായിഡുവിന്റെ മകന്റെ ഫോണിലും ഇത്തരത്തിൽ പെഗാസസ് കടന്നുകൂടിയ ഒരു സാഹചര്യം, ഒരു ആരോപണം ഉയർന്നിരുന്നു. ഇതിലൊരു അന്വേഷണം വേണം, ഇതിലൊരു ചർച്ച ആവശ്യമാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ടി.ഡി.പി വൃത്തങ്ങൾ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം, അത് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. കാരണം എൻ.ഡി.എക്ക് ആദ്യമായാണ് കേരളത്തിൽ ഒരു സീറ്റ് ലഭിക്കുന്നത്. കേരളത്തിൽ താമര വിരിയിക്കാൻ സഹായിച്ച സുരേഷ് ഗോപിക്ക് ഒരു സ്വതന്ത്ര ചുമതല തന്നെ നൽകാൻ തന്നെയാണ് ബി.ജെ.പി. ആലോചിക്കുന്നത്. സഹമന്ത്രിസ്ഥാനമോ അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ചുമതലയോ നൽകാം. ഏത് വകുപ്പ് എന്നതിലാണ് തീരുമാനം വരുന്നത്. ഏത് വകുപ്പ് എന്നതിൽ തീരുമാനിക്കുമ്പോൾ പ്രധാനമായും ടി.ഡി.പിയും ജെ.ഡി.യും പ്രധാന വകുപ്പുകൾ, റെയിൽവേ അടക്കമുള്ള വകുപ്പുകൾ തങ്ങൾക്ക് വേണമെന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ജി.ഡി.പി അടക്കമുള്ള അല്ലെങ്കിൽ സ്പീക്കർ സ്ഥാനം ഞങ്ങൾക്ക് വേണം എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ടി.ഡി.പി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ബി.ജെ.പിക്ക്, അതായത് സുപ്രധാന വകുപ്പുകൾ എത്തരത്തിൽ ബി.ജെ.പി ഏറ്റെടുക്കുകയും മറ്റുള്ള ഘടക കക്ഷികളെ എത്തരത്തിൽ അനുനയിപ്പിക്കും എന്ന് തന്നെയാണ് നോക്കിക്കാണേണ്ടത്. ആതിര, മൂന്നാം മോദി സർക്കാരിലെ മന്ത്രിമാരുടെ പട്ടിക ഇന്നുണ്ടായേക്കും. വകുപ്പ് വിഭജനത്തിൽ ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ് എൻ.ഡി.എ. സുപ്രധാന വകുപ്പുകൾ നിലനിർത്തി സഖ്യകക്ഷികളെ അനുനയിപ്പിക്കാനാണ് ബി.ജെ.പിയുടെ നീക്കം. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് ചേരും. പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്തേക്കും. വിവരങ്ങളുമായി തുളസി പ്രസാദിനെ ചേരുന്നുണ്ട്. തുളസി, എപ്പോഴായിരിക്കും ഈ യോഗം ചേരുക? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മോദി മന്ത്രിസഭ അധികാരത്തിലേറാനിരിക്കുകയാണ്. ഇനി ഭാവി കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തൊക്കെ വിഷയങ്ങൾ ഉയർത്തണം എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കോൺഗ്രസിന്റെ യോഗങ്ങളിൽ പ്രധാനമായി വിഷയങ്ങളാകുന്നത്. ആദ്യം തന്നെ പ്രവർത്തക സമിതി യോഗം അശോക ഹോട്ടലിൽ ഇന്ന് രാവിലെയോടെയാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേരുക. അതിനുശേഷമായിരിക്കും പാർലമെന്ററി പാർട്ടി യോഗവും ചേരുക. പ്രധാനമായുമുള്ള അജണ്ട എന്ന് പറയുന്നത് പ്രതിപക്ഷ സ്ഥാനത്ത് പ്രതിപക്ഷ നേതാവായി ആരെ തീരുമാനിക്കണം എന്ന വിഷയം തന്നെയാണ് കോൺഗ്രസിൽ ചർച്ചയാകുന്നത്. കാരണം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണം എന്ന് തന്നെയാണ് ഭൂരിപക്ഷ നേതാക്കളുടെയും ആവശ്യം. അല്ലെങ്കിൽ ഇത് ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ രാഹുൽ ഗാന്ധിയോട് നേരിട്ട് ഉന്നയിക്കാനാണ് നേതാക്കളുടെ തീരുമാനം.
അതുപോലെ തന്നെ സോണിയാഗാന്ധിയെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കാൻ നിലനിർത്താൻ തന്നെയാണ് യോഗത്തിന്റെ ഒരു നീക്കം ഉണ്ടാവുന്നത്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ സ്ഥാനത്ത് നേതാവിന്റെ സ്ഥാനം നിരസിക്കുകയാണെങ്കിൽ അത് ആർക്ക് വെച്ച് മാറണം? അതിൽ 2-3 പേരുടെ പേരുകൾ ഇവിടെ മനീഷ് തിവാരി, ഗൗരവ് ഗൊഗോയ്, വിദൂര സാധ്യത എന്ന് പറയുന്നത് ശശി തരൂരും KC വേണുഗോപാലുമാണ്. ഈ 4 പേരുടെ പേരുകളാണ് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ആര് എന്നതൊരു ചോദ്യത്തിന് ഉയർന്നു വരുന്നത്. ഇവർക്കൊക്കെ തന്നെ ഒരു സാധ്യത കാണുന്നുണ്ട്. ഏറ്റവും കൂടുതൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ആർക്ക് എന്നതിൽ ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് മനീഷ് തിവാരിക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിലെ കോൺഗ്രസിന് രണ്ട് MP-മാർ കൂടി കോൺഗ്രസിന്റെ ഭാഗത്തേക്ക് ഇന്ത്യ സഖ്യത്തിലേക്ക് വന്നതിനാൽ 100 സീറ്റ് എന്നൊരു തിളക്കം ഇത്തവണ ഇന്ത്യ സഖ്യത്തിനുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിനുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിൽ രാഹുലിന്റെ പങ്ക് എന്നതിലൊരു പ്രമേയം പാസ്സാക്കാൻ ഒരു സാധ്യതയും ഈ ഒരു പ്രവർത്തക സമിതി യോഗത്തിലും പാർലമെന്ററി പാർട്ടി യോഗത്തിലും കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഈ മോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് സമയത്ത് അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ദിനം ഓഹരി വിപണിയിലുണ്ടായ കുതിച്ചുചാട്ടം, അതിലൊരു ഓഹരി കുംഭകോണം നടന്നു എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ച് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. ഈ ഒരു വിഷയത്തിലും ഒരു പ്രമേയം പാസ്സാക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് റായ്ബറേലി, വയനാട് സീറ്റുകൾ സംബന്ധിച്ചാണ്. കാരണം ഈ 2 സീറ്റുകളിലും രാഹുൽ ഗാന്ധി വിജയിച്ചിട്ടുണ്ട്. മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത്. ഇതിൽ ഏത് മണ്ഡലം രാഹുൽ ഗാന്ധി നിലനിർത്തും എന്നതാണ് മറ്റൊരു ചർച്ചാ വിഷയമായി ഈ ഒരു കോൺഗ്രസ് യോഗത്തിൽ വരുന്നത്. കാരണം റായ്ബറേലി എന്നത് കോൺഗ്രസിന്റെ ഹിന്ദി ഹൃദയഭൂമിയായ UP-യിലെ തന്നെ ഉത്തരേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകളിലൊന്നാണ്. നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത സീറ്റാണ് റായ്ബറേലി. അപ്പോൾ അത് ഉപേക്ഷിച്ച് രാഹുൽ ഗാന്ധി എങ്ങനെ വയനാട് നിലനിർത്തുമോ അല്ലെങ്കിൽ റായ്ബറേലിയിൽ തന്നെ നിലനിൽക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഒരു കോൺഗ്രസ് യോഗങ്ങൾ ചർച്ച ചെയ്യുന്നത്.